Okay, Taylor series or Taylor theorem. If a function f of z is analytic at all points inside a circle C with its central point at A, then at each point z inside C. അപ്പോൾ ഇത് ടൈലർ തിയറം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കോണ്ടർ സി ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുത്താൽ അതിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, ആ പോയിൻറ്റ്സൊക്കെ എന്താണ് ആ പോയിൻറ്റ്സൊക്കെ അനലിറ്റിക്കൽ ആണെങ്കിൽ ഈ ടൈലർ സീരീസ് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് അതായത് അതിൻ്റെ എഫ് ഓഫ് സെഡ് ഈ ഫംഗ്ഷൻ്റെ എക്സ്പാൻഡ് അതിന് നമ്മൾ എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ആ സീരീസ് നമുക്ക് ഇങ്ങനെ ഫോമിൽ എഴുതാം. ടൈലർ സീരീസിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ പോയിൻറ്റിന് എഴുതാം. അതായത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് അതിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റ് എല്ലാം അനലിറ്റിക്കൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്താൽ അതിൻ്റെ എക്സ്പാൻഷൻ, അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, രണ്ടാമത്തെ പോയിൻറ്റ്, മൂന്നാമത്തെ പോയിൻറ്റ് എക്സെട്ര എൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ്, അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഈ ടൈലർ സീരീസിനെ വെച്ച് ഇങ്ങനെ എഴുതാം. അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു അനലിറ്റിക്കൽ ഫംഗ്ഷൻ f of z, that is equal to f of a plus f dash of a divided by 1 factorial into z minus a plus f double dash of a divided by 2 factorial into z minus a the whole square plus etc plus f the power n of a divided by n factorial of z minus a the power n. അപ്പോൾ ഇതിന് നമ്മൾ പ്രൂവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യും? സോ ഇതിൻ്റെ പ്രൂഫ്, ടേക്ക് എനി പോയിൻറ്റ് z ഇൻസൈഡ് ടി ഇൻസൈഡ് സി. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുക, ഒരു സി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവിൽ നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇസഡ്, ദാറ്റ് ഇസ് സെഡ് ഇൻസൈഡ് സി. ഡ്രോ എ സർക്കിൾ സി വിത്ത് സെൻറ്റർ എ. അപ്പോൾ നമ്മൾ സെൻറ്റർ ബേസ് ചെയ്തിട്ട് സെൻറ്റർ എന്ന് വെക്കാം കേട്ടോ. ഈ സെൻറ്റർ ഒരു മിനിറ്റ്. അപ്പോൾ ഇത് സെഡ് എന്ന പോയിൻറ്റ്, അപ്പോൾ ഈ സെൻറ്റർ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സർക്കിളിനെ വരയ്ക്കുക. അതായത് അത് C1. അപ്പോൾ വെളിയിലുള്ള ഔട്ടർ സർക്കിൾ സിയും പിന്നെ ഉള്ളിലുള്ള സർക്കിൾ C1 എടുക്കുക. അപ്പോൾ ഈ സെൻറ്റർ പോയിൻറ്റ്, ഇത് സെൻറ്റർ പോയിൻ്റ് എടുക്കുക. ഈ സെൻറ്റർ പോയിൻ്റ് എന്താണ്? എ. ഓക്കെ, എൻക്ലോസിങ് ദ പോയിൻറ്റ് Z ലെറ്റ് ഒമേഗ ബി എ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ മേലെ ഒരു പോയിൻ്റ് എടുക്കുക, ദാറ്റ് ഈസ് കോൾഡ് ഒമേഗ. അപ്പോൾ ഇതാണ് ഒമേഗ. അപ്പോൾ ഇത് സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റും ഇത് സർക്കിളിൻ്റെ മേലുള്ള പോയിൻറ്റും, അപ്പോൾ സർക്കിളിൻ്റെ പാത്തിലുള്ള പോയിൻറ്റാണ് ഇത്. ഇത് വന്ന് സെൻറ്റർ പോയിൻറ്റ് എ. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു റേഡിയസ് നമുക്ക് കിട്ടും അല്ലേ, റേഡിയസ് കിട്ടും. അപ്പോൾ ഈ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗയുടെ റേഡിയസ് ഹൈയും ഇസഡിൻ്റെ റേഡിയസ് കുറവായിരിക്കും അല്ലേ. ഇത് എന്താണ് ഇത് സർഫേസിലായതുകൊണ്ട്, അതായത് ഇത് ആ പാത്തിലായതുകൊണ്ട്, ഈ പോയിൻറ്റ് ഒമേഗ പറഞ്ഞ പോയിൻറ്റ് ആ പാത്തിലായതുകൊണ്ട് നമുക്കതിൻ്റെ റേഡിയസ് കൂടുതലായിരിക്കും. ഇത് എന്താണ് ഇൻസൈഡ് ദ സർക്കിൾ, അതുകൊണ്ട് അതിൻ്റെ റേഡിയസ് കുറവായിരിക്കും, സെഡിൻ്റെ റേഡിയസ് കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് ഇസഡ് ഗ്രേറ്റർ ദൻ ഒമേഗ എന്ന് വരും. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, നമ്മളിപ്പോൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ആകും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റിനും കൺസിഡർ ചെയ്യാം, ഒമേഗ മൈനസ് സെഡ്. അപ്പോൾ രണ്ട് പോയിൻറ്റിനും കൺസിഡർ ചെയ്യാം. 1 ഒമേഗ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു, അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 1 ഒമേഗ മൈനസ് എ പ്ലസ് എ. അപ്പോൾ മൈനസ് എ പ്ലസ് എ രണ്ടും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഈ മെയിൻ ഫോം തന്നെ കിട്ടും. ഓക്കെ, മൈനസ് ഇസഡ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 ഒമേഗ മൈനസ് എ മൈനസ് ഓഫ് സെഡ് മൈനസ് എ. ഈ മൈനസിനെ വെളിയിലെടുത്തു, അപ്പോൾ വെളിയിലെടുത്തപ്പോൾ മൈനസ് ഓഫ് മൈനസ് സെഡ് മൈനസ് എ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 1 ഒമേഗ മൈനസ് എ. ഇതിൽ വന്നിട്ട്, അതായത് ഈ ടേമിൽ നമുക്ക് ഒമേഗ മൈനസ് എനെ ഈ ബ്രാക്കറ്റിന് വെളിയിലെടുക്കാം. അപ്പോൾ വെളിയിലെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഒമേഗ മൈനസ് എ, ബാക്കിയുള്ളത് 1 മൈനസ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എ. ഈ ടേമിൽ ഒമേഗ മൈനസ് എ ഇല്ല, സോ നമുക്ക് ഒമേഗ മൈനസ് എനെ ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് 1 ഒമേഗ മൈനസ് എ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ വാല്യൂ, അപ്പോൾ ന്യൂമിനേറ്ററിൽ പോകുമ്പോൾ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. So next we know that 1 minus x the whole power n is equal to 1 plus x squared plus x cube plus etc. ആണ്. അതായത് ഈ ടേംസിൻ്റെ 1 മൈനസ് എക്സ് ദി ഹോൾ പവർ എൻ്റെ എക്സ്പാൻഷനാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് 1 മൈനസ് എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. 1 മൈനസ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എനെ എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്ത് വരും? 1 ഒമേഗ മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു 1 ഒമേഗ മൈനസ് എ. അതിൻ്റെ എക്സ്പാൻഷൻ 1 മൈനസ് എക്സ് ദി ഹോൾ പവർ എൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എ പ്ലസ് z minus a divided by omega minus a the whole square plus z minus a omega minus a the whole cube plus etc. അപ്പോൾ ഇത് 1 ഒമേഗ മൈനസ് എനെ ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഒമേഗ മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 1 ഒമേഗ മൈനസ് എ പ്ലസ് സെഡ് മൈനസ് ഒമേഗ
സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എ, ഇതിലൊരു ഒമേഗ മൈനസ് എ, സോ ദ സ്ക്വയർഡ്. ഇവിടെ ഒമേഗ മൈനസ് എ ദ ഹോൾ സ്ക്വയർഡ്, ഇനി ഒന്ന് വരുമ്പോൾ ഒമേഗ മൈനസ് ദ ഹോൾ ക്യൂബ് എക്സെട്ര സെഡ് മൈനസ് എ ദ ഹോൾ പവർ എൻ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എ ദ ഹോൾ പവർ എൻ പ്ലസ് 1. അപ്പോൾ ഇതിനെ നമ്മൾ ഈക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് മോഡുലസ് സെഡ് മൈനസ് എ ലെസ് ദാൻ ഒമേഗ മൈനസ് എ, ഞാൻ അപ്പോഴേ പറഞ്ഞു എന്താണ് ഈ വാല്യൂസ് സെഡ് സെൻട്രൽ പോയിന്റ്. അപ്പോൾ സെഡ് മൈനസ് എ ലെസ് ദാൻ ഒമേഗ മൈനസ് എ, അപ്പോൾ ഒമേഗാൻ്റെ വാല്യൂ എന്താണ് ഹൈ. അപ്പോൾ മോഡുലസിൽ വരുമ്പോൾ ഒമേഗ മൈനസ് എ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ മോഡുലസ് സെഡ് മൈനസ് എ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എ ലെസ് ദാൻ 1. സോ മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഈക്വേഷൻ വിത്ത് എഫ് ഓഫ് ഒമേഗ. അപ്പോൾ ഈ ഫസ്റ്റ് ഈക്വേഷനിൽ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഈ ന്യൂമറേറ്ററിൽ എഫ് ഓഫ് ഒമേഗ എല്ലാത്തിലും വരും. ഓക്കെ, സോ നെക്സ്റ്റ് ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. നമുക്ക് ആ സീരീസിൻ്റെ ഫോം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു ഇൻറ്റഗ്രൽ വരും, അതേപോലെ എന്താണ് ഡി ഒമേഗ എന്ന് അതിൽ ആഡ് ആകും. അപ്പോൾ ഈ ഇൻറ്റഗ്രലിലൊക്കെ നിങ്ങൾക്ക് സർക്കിൾ ഇട്ടാൽ മതി കേട്ടോ, ഞാനത് ഇടാൻ മറന്നു. അപ്പോൾ ഇതിലൊക്കെ സർക്കിൾ ഇൻറ്റഗ്രൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതൊക്കെ ഈ സർക്കിൾ ഇട്ടാൽ മതി, സർക്കിൾ ഇൻറ്റഗ്രൽ. സോ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത്. അപ്പോൾ ഇതേ ഈ ഈക്വേഷനാണ്, അതിൽ നിന്ന് ഒരു ഇൻറ്റഗ്രൽ ഇട്ടിട്ട് ഡി ഒമേഗ എന്നിട്ട് ഇത് കഴിഞ്ഞു, ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് വി നോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സി, അതായത് നമ്മൾ കോഷി ഇൻറ്റഗ്രൽ തിയറത്തിൽ നോക്കിയതാണ്. അതിലെന്ത് വരും എഫ് ഓഫ് സെഡ് ഇവിടെ എഴുതാം, അതായത് അതിൽ എന്താ വരും എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്. അല്ല, ഇൻറ്റഗ്രൽ എഫ് ഓഫ് സെഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ആണെങ്കിൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി എക്സ് ആണെങ്കിൽ ഡി എക്സ് അല്ല ഡി സെഡ് ആണെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു 2πi എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് വരും. എഫ് ഓഫ് സെഡ് നോട്ട് 2πi എഫ് ഓഫ് സെഡ് നോട്ട്. ഇത് നമ്മൾ ഇതിൽ നോക്കിയതാണ്, കോഷി ഇൻറ്റഗ്രൽ തിയറത്തിൽ നോക്കിയത്. അതായത് ഈ 1/i ഈ ഭാഗത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 2πi ഈ ഭാഗത്ത് വരുമ്പോൾ എന്ത് വരും 1/2πi ഇൻറ്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് 0 എന്ന് വരും. ഇല്ല, അങ്ങനത്തെ ഒരു ഫോമാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ അതായത് ഈ സെഡ് മൈനസ് സെഡ് നോട്ട് ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും എഫ് ഓഫ് സെഡ് നോട്ട്. ചിലപ്പോൾ ഈ ഫംഗ്ഷൻ സെഡ് മൈനസ് എ ആണെങ്കിൽ, അതായത് ഈ സെഡിൻ്റെ അടുത്തുള്ള വാല്യൂ സെഡ് മൈനസ് എ സെഡ് മൈനസ് ഇത് എ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും എ ആയിരിക്കും. അപ്പോൾ അതേപോലെയാണ് ഇതും. അപ്പോൾ എന്താണ് ഇതിൽ വന്നിട്ട് എഫ് ഓഫ് സെഡ്, അതായത് നമുക്കിത് അറിയാം എന്താണ് ഇവിടെ എ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും എഫ് ഓഫ് എ എന്ന് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഫംഗ്ഷൻ എന്തായിരിക്കും എഫ് ഓഫ് ഒമേഗ പോയിൻറ്റ് ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് സെഡ് ഇൻറ്റു ഡി ഒമേഗ. അപ്പോൾ ഇതിൽ സെഡ്, അതായത് നമ്മൾ എന്താ എടുത്ത് ഇതെടുത്തതാണ്, അതായത് ഇത് ഫസ്റ്റ് ടേം ഇതിലെടുത്തതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ ടേം ഇത് സെഡ് ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ എന്ത് വരും 2πi എഫ് ഓഫ് സെഡ് എന്ന് വരും. പിന്നെ നെക്സ്റ്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഫസ്റ്റ് ടേം അതെന്താണ് എഫ് ഓഫ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് എ, അത് എന്ത് വരും എഫ് ഓഫ് എ എന്ന് വരും. പിന്നെ രണ്ടാമത്തെ ടേം റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ കിട്ടി 2π, അതായത് ഇത് ഫസ്റ്റ് എഫ് ഓഫ് എ, എഫ് ഡാഷ് ഓഫ് എ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ 2πi ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ സെഡ് മൈനസ് എ എഫ് ഡാഷ് ഓഫ് എ. പിന്നെ അടുത്ത ടേം എന്ത് വരും 2πi ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ സെഡ് മൈനസ് എ ദി ഹോൾ സ്ക്വയർഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് കിട്ടി. സോ ഈ നമുക്ക് കിട്ടിയ ഈ വാല്യൂസ് 1 2 3 4 ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഈക്വേഷൻ നമ്പർ 1 ഈക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 2πi എഫ് ഓഫ് സെഡ്, അതായത് ഈ വാല്യൂസൊക്കെ ഇത് 2πi എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2πi എഫ് ഓഫ് എ പ്ലസ് 2πi ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ സെഡ് മൈനസ് എ എഫ് ഡാഷ് ഓഫ് എ പ്ലസ് 2πi ബൈ 2 ഫാക്ടോറിയൽ സെഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എക്സ് പ്ലസ് എക്സെട്ര അങ്ങനെ വരും. ഇപ്പോൾ ഇതിലൊക്കെ 2πi പിന്നെ 2πi എല്ലാത്തിലും 2πi എന്ന് വരും. അപ്പോൾ 2πനെ കോമൺ ആയിട്ട് നമ്മൾ വെളിയിലെടുത്തിട്ട് ഇതും ക്യാൻസലായി. അങ്ങനെ ക്യാൻസലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, താങ്ക് യു.